സർവശക്തനായ നമ്മുടെ അബ്ബാ പിതാവിന് നമുക്ക് ഒരുമിച്ച് ഈ സമയം മഹത്വം അർപ്പിക്കാം. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ വിവിധതരം ചിന്തകളെക്കുറിച്ച് നാം സംസാരിച്ചു. എന്നാൽ നമുക്ക് ആവശ്യമായ നല്ല ചിന്തകളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രാക്ടീസ് ചെയ്യാമെന്ന് നാം ചിന്തിച്ചു. ദൈവസന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ അല്പസമയം കൂടുതലായിട്ടിരുന്ന് ദൈവവചനത്തെ ധ്യാനിക്കുമ്പോഴും നമുക്ക് നൽകി തന്ന നന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ഈ നെഗറ്റീവായ ചിന്തകൾ ഇല്ലാതാകുമെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. എത്ര പേർ അത് ദൈവസന്നിധിയിൽ അങ്ങനെ ചെയ്തുവെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. കണ്ട കുറച്ച് പ്രിയപ്പെട്ടവരല്ലേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ കാണുന്ന ഒരു നല്ല കർത്താവിനെയല്ലേ നമുക്ക് നമ്മുടെ അബ്ബാ പിതാവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നാം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളാണ് നാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ നല്ല കർത്താവിനെ ഏത് സമയത്തും വിളിച്ചാൽ വിളി കേൾക്കുന്ന, നമ്മുടെ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ നമ്മെ ന്യായമായി വഴി നടത്തുന്നത് ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് നമുക്കറിയാം, നല്ല ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് തുടർന്നുള്ള ചിന്തകളെ ഹൃദയത്തിൽ അത് സ്വീകരിക്കുവാനും അത് മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നല്ല മനസ്സെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പല രീതികളിൽ കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകൾ, ഇതിനെയൊക്കെ ഇല്ലാതാക്കണം. നാം ആരും തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്നവരല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹവും ദൈവവചനപ്രകാരം കർത്താവ് പറയുന്നത് അനുസരിച്ച് മുൻപോട്ട് പോകണമെന്ന് തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിയാതെ വരുന്നു. അതിൽ നമുക്ക് ഭാരമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു ആത്മീക യുദ്ധം ഓരോ ദിനവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നാം വിജയിച്ചു കൊണ്ടേയിരിക്കും. അല്പം പിന്മാറി തോറ്റാലും അല്ലെങ്കിൽ പിന്നിലോട്ട് പോയാലും ഒക്കെ ആ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമെന്ന് സഭയെ പറയുമ്പോൾ ആ വലയത്തിനുള്ളിലാണ് നാമെങ്കിൽ, കർത്താവിൻ്റെ ആ കൈകളിലാണ് നാമെങ്കിൽ, നമ്മെ മുൻപോട്ട് തന്നെ നമ്മുടെ കർത്താവ് വഴി നടത്തും. കാരണം നമുക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം നമ്മുടെ യേശു കർത്താവ് നൽകി തന്നിട്ടുണ്ട്: ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന മക്കളെ തൻ്റെ കർത്താവ് അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും മാത്രമേ ഉള്ളൂ. ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് എന്ന് തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും പല നിരാശകളിലും നമുക്കത് വിശ്വാസത്തോടെ ചിന്തിക്കുവാൻ പ്രയാസമായി തോന്നുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം, ഇങ്ങനെയൊരു നല്ല മനസ്സ് അല്ലെങ്കിൽ നല്ല ഒരു ശുദ്ധീകരിച്ച് നല്ല ഒരു നിലമാക്കി വയ്ക്കുന്ന മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന വിശ്വാസമെന്ന ആ ഒരു വലിയ മർമ്മം നമുക്കറിയാം. നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഈ സമയങ്ങളിൽ വേണ്ടതായ ഒന്നാണ് വിശ്വാസം. വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്കറിയാം, നാം കാൽ വച്ചിരിക്കുന്നത് തന്നെ വിശ്വാസമാർഗത്തിലാണ്. നാം കണ്ടു വിശ്വസിച്ചവരല്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥം എഴുത്തുകളായി അല്ലെങ്കിൽ വരികളായി നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നാം അതിലെ ഒന്നും കണ്ടിട്ടില്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തൻ്റെ ജനത കണ്ടിട്ടും അവർക്കത് വിശ്വസിക്കുവാൻ കഴിയാതെ തള്ളിക്കളഞ്ഞ് ആ ഒരു മഹാഭാഗ്യം കാണാതെ വിശ്വസിച്ച നമുക്ക് വീണ് കിട്ടിയപ്പോൾ വിശ്വാസമാർഗത്തിൽ ചുവടുവെച്ചിരിക്കുന്ന നമ്മെ നമ്മുടെ കർത്താവ് ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വിശ്വാസം മാത്രം മതി നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ. വചനത്തിൽ പറയുന്നത് പോലെ പെറ്റമ്മ മറന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നിങ്ങളെ ഞാൻ എൻ്റെ ഭുജത്തിൽ
വഹിക്കും, മാർവോട് ചേർത്ത് നിർത്തും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വഹിക്കുന്നത് പോലെയും കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെയും ഒക്കെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ അബ്ബാ പിതാവിൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കി നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തിൽ മുൻപോട്ട് പോകാം. വിശ്വാസം നമ്മുടെ അധരത്തിൽ തന്നെ ആദ്യം അത് വരണം. നമ്മുടെ നാവെടുത്ത് അധരമെടുത്ത് നാം വാക്കുകളെ സംസാരിക്കുമ്പോൾ വിശ്വാസ വാക്കുകളെ പറയുവാൻ തക്കവണ്ണം നാം ഇനി പ്രാക്ടീസ് ചെയ്യണം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല വ്യക്തി ജീവിതങ്ങളുമായി ഇടപഴകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നാം ആശ്വസിപ്പിച്ച് സംസാരിച്ചാലും പെട്ടെന്ന് ചില പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് വരുന്ന ഒരു വാക്കാണ്, ഇല്ല അത് എന്തായാലും നടക്കില്ല, അല്ലെങ്കിൽ എത്ര ഞാൻ ശ്രമിച്ചാലും നന്നാവില്ല, അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അവർ തന്നെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അത് ആഗ്രഹമുണ്ടായിട്ട് പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈൻഡ് സെറ്റിങ്ങിൽ നിന്നത് സംഭവിക്കുന്നതാണ്. അതിനെ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയിലെ ലക്ഷ്യം. അങ്ങനെയുള്ള ആ ഒരു വാക്കുകളെ അവോയ്ഡ് ചെയ്ത് വിശ്വാസ വാക്കുകൾ നാം പറയുവാൻ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നാം ഒരുമിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും എല്ലാം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ ഒരു പരിധിക്കുള്ളിലായിരിക്കും. വചനം പറയുന്നത് പോലെ നമുക്കത് പ്രയാസമായി തോന്നും, സഹിക്കുവാൻ കഴിയുന്നതിന് മീതെയായൊക്കെ തോന്നിയാലും നമ്മുടെ അപ്പ കൂടെ ഇരുന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞു, പോരാടുവാൻ കഴിയാത്ത പാപത്തോട് ഒന്നും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഓർമ്മിപ്പിച്ചെടുത്ത് നമ്മെ അനുദിനം വഴി നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനവായന, ധ്യാനം, ഇതൊക്കെ നമ്മെ ബലപ്പെടുത്തും. ഇങ്ങനെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ പൂർണ്ണമായും നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്തെടുക്കുമ്പോൾ, നല്ല ചിന്തകൾ നിറയുമ്പോൾ ഈ വിശ്വാസം വർദ്ധിക്കുവാനിടയാകും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുന്നിൽ ശൂന്യതയാണ്. നടക്കുമോ എന്ന പ്രതിസന്ധി, സാധിക്കുമോ, ഇനി എങ്ങനെ, എന്ത് എന്നൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങളുമായി കഴിയുന്ന നാം ഓരോരുത്തരും ആരും ഒഴിവുള്ളവരല്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉപദ്രവങ്ങളുണ്ട്. വചനം വ്യക്തമായി പറയുന്നു, ഒരുവൻ ഭക്തിയോടെ ജീവിക്കുവാൻ കാലെടുത്ത് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വരും. പക്ഷേ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് ഒരുമിച്ച് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ അബ്ബാ പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ പറയാം, ഞങ്ങൾ വിശ്വാസത്താൽ കാൽവെച്ചവരാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കും. അതുകൊണ്ട് പ്രതിസന്ധികളെ നോക്കി നമുക്ക് പറയാം, അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ മേൽ ഞാൻ ഇടുന്നു, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയം ഈ വിഷയങ്ങളെ ഏൽപ്പിക്കാം. വിശ്വാസമെന്ന ആ പരിചയെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുവാൻ തക്ക ബലം ലഭിക്കേണ്ടതിന് ആ വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ അധരം കൊണ്ട് ഇന്നു മുതൽ നല്ല വാക്കുകളെ സംസാരിക്കുവാൻ കഴിയും, സാധിക്കും. കർത്താവ് കൂടെയുണ്ട്. മറ്റുള്ളവരെയും ഇതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നാം തുറന്ന് സംസാരിക്കുന്നവരായി, അവരുടെ വേദനകളിൽ, അവരുടെ പ്രതിസന്ധികളിൽ ഒരു വാക്ക് നല്ലത് പറയുവാൻ, നമ്മുടെ ഉള്ളിലെ ഭയം മാറി തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്ന ആ തികഞ്ഞ സ്നേഹത്തിലേക്ക് നമ്മെ ഈ വിശ്വാസം കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേട്ട വാക്കുകൾ ഒറ്റ കാര്യമേ നാം ഇന്ന് ചിന്തിച്ചിട്ടുള്ളൂ, വിശ്വാസത്തെ ഏറ്റുപറയുക. അനുദിനം അനുനിമിഷം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനവും തുടർന്ന് വരുന്ന വീഡിയോ വരെ നമ്മളിങ്ങനെ അത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാനും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും വിശ്വസിക്കുക. എല്ലാവരെയും ഈ വിശ്വാസത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.